ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചിയുടെ അടുത്താണ്. ഹായ് ഉഷ ചേച്ചി. സുഖമല്ലേ ഉഷ ചേച്ചിക്ക്? ഓക്കെ ഉഷ ചേച്ചി, ഇന്ന് എന്ത് ഡിഷാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്? മീൻകറി. മീൻകറിയാണ്. കോട്ടയം സ്റ്റൈൽ മീൻകറി തന്നെയാണോ? അതെ, കോട്ടയം സ്റ്റൈൽ. കോട്ടയം സ്റ്റൈലിൽ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയാണ് ഉഷ ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പം ഇനി ഒട്ടും സമയങ്ങളുണ്ടാവും നമുക്കല്ലേ? എന്തൊക്കെയാണ് ഉഷ ചേച്ചി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മീൻ, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, ഉലുവയും. ഓക്കെ, എന്ത് മീൻ എടുത്തേക്കുന്നത്? വറ്റയാണ് എടുത്തേക്കുന്നത്. നോക്കട്ടെ, വറ്റയാണ്. ഇച്ചിരി ഉള്ളു. ഇച്ചിരി എത്രയുണ്ട് ചേച്ചി? അര കിലോ വറ്റയാണ് നമ്മളിന്ന് കുടംപുളി ഇട്ട് വറ്റിച്ച് മീൻകറിയാക്കാൻ പോകുന്നത് അല്ലേ? നമുക്ക് തുടങ്ങാം. ഉഷ ചേച്ചിയുടെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒരു നോൺ വെജ് വിഭവം നമുക്ക് ഷുവറാണ്. അപ്പം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് കോട്ടയം സ്റ്റൈലിൽ തയ്യാറാക്കുന്നത്. റെഡി. അപ്പോൾ ആദ്യം എന്താ ചേച്ചി ചെയ്യാൻ പോണേ? എണ്ണ ചൂടാക്കാം. അത് ഇച്ചിരി വെള്ളമുണ്ട്, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. എങ്ങനെ പോകണം ഉഷ ചേച്ചിയുടെ ജീവിതമൊക്കെ? സന്തോഷമായി, ഹാപ്പി, കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി? ഇപ്പോഴും ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ടോ? കല്യാണ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇവിടെയൊക്കെ അടുത്തുള്ള കല്യാണ പാർട്ടികൾക്കും തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഉഷ ചേച്ചിയാണ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം നോക്കി വന്നുകൊണ്ട് തന്നെ നമുക്ക് കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഉണ്ടാക്കി തരികയാണ് ഉഷ ചേച്ചി. കടുക് പൊട്ടിക്കാം. കടുകും ഇച്ചിരി ഉലുവയും. കറിയിലേക്കുള്ള മസാല തയ്യാറാക്കണം അല്ലേ? അതെ, അരപ്പ് തയ്യാറാക്കുകയാണ് കറിയിലേക്ക്. വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അല്ലേ? അതെ. കടുക് ഉലുവയിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് രണ്ടും ഏകദേശം 2 ടീസ്പൂൺ വീതം ഇടാം അല്ലേ? കുടംപുളി ഇട്ട് വെക്കാൻ എപ്പോഴും നല്ലത് ഇതുപോലെ നെയ്മീനോ അല്ലെങ്കിൽ ഇങ്ങനെ ദശയുള്ള മീനുകളാണ് അല്ലെ? ദശയുള്ള മീനാണ് നല്ലത്. ചോദിക്കേണ്ട കാര്യമില്ല, മീൻകറിയൊക്കെ സിമ്പിളായിരിക്കും. ഉഷ ചേച്ചിക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെറിയ സമയം കൊണ്ടല്ലേ. വെളിച്ചെണ്ണയിൽ കടുക് ഉലുവയും പൊട്ടിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരിക അല്ലേ? നുള്ളു മതി അല്ലേ? ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഉഷ ചേച്ചി ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കറിക്കാണോ? അതെ. എരിവ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുടംപുളി നേരത്തെ ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ്. ഇപ്പം തന്നെ മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. കുടംപുളി ഇട്ട് വെച്ച സ്റ്റൈൽ ആയതുകൊണ്ടും കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇച്ചിരി പുളിയും കൂടി ചേർത്ത് ആ മിക്സ് ഒന്ന് പാകമാക്കി എടുക്കുകയാണ്. അരപ്പ് പാകമാവാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഇത് എത്ര നേരം വെക്കണം ഉഷേച്ചി? ഞാൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് വേവിക്കാം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് തിളപ്പിക്കാം. നമുക്ക് മീൻ ചേർക്കാം. ചെറിയ തിള വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിനി മീൻ ചേർക്കാണ്. വറ്റയാണ് ഇന്ന് ഉഷ ചേച്ചി കിട്ടിയിട്ടുള്ള മീൻ. അപ്പോൾ വറ്റ മീനാണ് കുടംപുളി ഇട്ട് വെക്കാൻ പോകുന്നത് ഇവിടെ. എത്ര നേരം വേണം ഉഷ ചേച്ചി മീനൊന്ന് വെന്ത് കിട്ടാൻ? 20 മിനിറ്റ്. ഒരു 10-20 മിനിറ്റ് സമയം കൊണ്ട് മീൻ കറി ഇപ്പോൾ റെഡിയാവും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? അടച്ച് വെച്ച് മീൻ കറി നമുക്ക് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുന്നതിന് മുമ്പ് ഇനി വേറെ എന്തെങ്കിലും ചേർക്കണോ? ഒരു കഷ്ണം പുളി കൂടി ഇടാം. പുളി ചിലപ്പോൾ മീനിന് കുറവ് വരും. ഓക്കെ, കുടംപുളിയാണ് നേരത്തെ നമ്മൾ കുടംപുളി ഇട്ട വെള്ളമാണ് ചേർത്തത്.
ഒരു കഷ്ണം ഇടുന്നുള്ളൂ അല്ലേ? ഒരു പീസ് കുടംപുളി ഇട്ടു. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കറിവേപ്പില കൂടി. ഇനി മീൻ വെന്ത് പാകമാവുന്ന ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട മീൻ കറി റെഡി ആവാനുള്ള സമയമായി. റെഡിയായി. നോക്കാം നമുക്ക്. ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യാം. വാവ്, നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടംപുളിയിട്ട് വറ്റിച്ചെടുത്ത നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉഷ ചേച്ചി ഉണ്ടാക്കി തന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം, അത് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. നിറയെ എരിവൊക്കെയുള്ള നല്ല പുളിയും ഉപ്പും എരിവൊക്കെ കൂടി ചേർന്നിട്ടുള്ള കോട്ടയം സ്റ്റൈൽ കിഡിലൻ മീൻകറിയാണല്ലേ ഉഷ ചേച്ചി? ഇനി വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് പ്രേക്ഷകർക്ക് കാണണ്ടേ? കണ്ടല്ലോ, ഉഷ ചേച്ചി സ്പെഷ്യൽ നല്ല കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറിയാണ്. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറും കപ്പയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞങ്ങളങ്ങോട്ട് മാറി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറൊക്കെ എടുത്ത് കൂട്ടി കുഴച്ച് കഴിച്ചിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. പ്രേക്ഷകരെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഉഷ ചേച്ചിയുടെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ലേഡി 7 കുക്കറി സെഗ്മെന്റിൽ നല്ലൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.